എല്ലാവർക്കും തത്മശ്രീ യോഗയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനിത്തൊക്കെ നമ്മളൊരു പുതിയൊരു എപ്പിസോഡ് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ കർക്കിടകമൊക്കെ ഇനി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ ശരീര സൗന്ദര്യം സംരക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള യോഗാസനാസും ഇതുപോലെ തന്നെ അതിനുവേണ്ട പരിശീലന ക്രമങ്ങളുമാണ് ഇനി നമ്മളുടെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ശരീര സൗന്ദര്യ ചര്യ എന്ന് പറയും. ഇപ്പൊ നമ്മൾ സിനിമാ ഫീൽഡുകൾ അതുപോലെ തന്നെ മോഡലിങ്ങിലൊക്കെയുള്ള ആളുകളുടെ ബോഡിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ നല്ല അവര് പകുതിയും കൂടുതൽ ആളുകൾ സമ്മതിച്ചിട്ടുണ്ട് അവർ യോഗ അവര് ഡെയിലി ചെയ്യുന്നതാണെന്ന് നല്ല അഭിമാനത്തോടെ കൂടുതൽ ആളുകൾ സമ്മതിച്ചതായി നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ കൂടെ നമ്മൾ എന്താ പറയുക, നല്ലൊരു ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ യോഗാസനാസ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഈശ്വരൻ വരദാനമായി കനിഞ്ഞു നൽകിയിട്ടുള്ള നമ്മുടെ ഈ സുന്ദര ശരീരത്തെ കൂടുതൽ തേജസ്സുള്ളതാക്കാൻ നിരന്തരം ചെയ്യുന്ന യോഗാഭ്യാസം നമ്മളെ സഹായിക്കുന്നതാണ്. ശരീര സൗന്ദര്യ ചര്യ നമ്മൾ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാത്രിയിൽ പരമാവധി ഉറക്കം ഒഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ മുഖം കഴുകുക. പിന്നെ നല്ല ചിന്തകൾ, നല്ല സമാധാനമായിട്ട് വേണം നമ്മൾ രാത്രിയിൽ ഉറങ്ങാനായിട്ട്. ഇങ്ങനെ പല ചിന്തകളും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നല്ല സുഖസുന്ദരമായിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ രാവിലെ ഉറക്കം ഉണരുമ്പോൾ നല്ല ശുഭ ചിന്തകളോട് കൂടിയിട്ട് വേണം നമ്മൾ ഉണരാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റ പാടെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമ്മൾ ശീലിക്കുക. പിന്നെ കഴിവതും പകൽ ഉറക്കം നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം വേണം നമ്മൾ യോഗാസനം ആരംഭിക്കാൻ. പറ്റുമെങ്കിൽ കുളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. യോഗാസനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യോഗ പരിശീലനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ സമയം കണ്ടെത്താം. രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കാൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടല്ലേ, എല്ലാവരും സൗന്ദര്യമൊക്കെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ശരീര സൗന്ദര്യ ചര്യ എന്ന് പറഞ്ഞ എപ്പിസോഡ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യും, കുറച്ച് എക്സസൈസും കാര്യങ്ങളും. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യോഗ മാറ്റിലൂടെ നടക്കുക. ആ എക്സസൈസ് മുതലേ ഞാൻ കാണിച്ചുതരാം. ഇതിനു മുന്നേ ഞാൻ ലൈവ് വീഡിയോ ഒക്കെ നമ്മൾ ലൈവ് യോഗ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 7 days. അതിൽ നമ്മൾ ജോഗിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വേണേ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആദ്യം മുതലേ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ജോഗിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ജോഗിങ് ആണ്. അപ്പൊ നമ്മൾ യോഗ മാറ്റിൽ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാൽപാദം ഇങ്ങനെ പതിച്ച് നമ്മൾ നടക്കുക, നല്ലപോലെ അമർത്തിയിട്ട് മുന്നിലോട്ടും പിറകിലോട്ട്. ഓക്കെ, ഇത് 3 പ്രാവശ്യം ചെയ്യണം. ഞാനിപ്പോ 1 പ്രാവശ്യം ചെയ്യുന്നുള്ളേ. ഈ അടുത്ത വിരല് കുത്തി വെച്ച്, അതായത് ഉപ്പൂറ്റി മുകളിലേക്ക് പൊന്തിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഈ പിറകിലോട്ടും അതേപടി. ഓക്കെ, ഇതും 3 പ്രാവശ്യം ചെയ്യണം. നെക്സ്റ്റ് ഉപ്പൂറ്റി കുത്തി നടക്കുന്നു, വിരലുകൾ മുകളിലേക്ക്, ഇതും പിറകിലോട്ട്. ഇപ്പൊ ഞാൻ 1 പ്രാവശ്യം മുന്നിലേക്ക് പോയി, 1 പ്രാവശ്യം പിറകിലേക്ക് പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് 3 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാലുകൾ രണ്ട് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യാം. മുട്ട് മടങ്ങണേ, നല്ലപോലെ മുട്ടിങ്ങനെ. ഇതൊരു 10 പ്രാവശ്യം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു വെക്കണം. നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, അതുപോലെ ഇങ്ങനെ ഓരോ കാലുകൾ ഇങ്ങനെ മുന്നിലോട്ടും എടുത്തു വെക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പിറകിലോട്ട് നല്ലപോലെ നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് ജോഗിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവം ഇത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിർത്താം. വീണ്ടും ഇത് നിങ്ങൾ 3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ചതാ 1 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്രോസ്. 1 2 1 2 1 2 1 2. തിരിച്ച് 1 2 1 2 1 2. ഓക്കെ, ഇത് കഴിഞ്ഞ് 2 കാലം എടുത്തു വെച്ചു. ഇനി അടുത്തത് നമ്മൾ യോഗ മാറ്റിന്റെ അറ്റത്ത് നിൽക്കുക. ഒരു കാലം എടുത്ത് ഇവിടെ വെക്കുന്നു, ക്രോസ്. നല്ലപോലെ കാലകത്തിയിട്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ചെയ്യുന്നു.
തിരിച്ച് അവിടെ തന്നെ നമ്മൾ വന്നു നിന്നു. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ മുട്ട് മടക്കിയിട്ട് ജോഗിങ് ചെയ്യുക. ഒരു 10 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ കൈകൾ രണ്ടും ഇടുപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. എന്നിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നിലേക്ക് വെക്കുക, രണ്ട് കാലം. ഇവിടുന്ന് നമ്മൾ റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നിലേക്ക്, വീണ്ടും റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും ഒരു സ്റ്റെപ്പ് റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും ഇവിടെ വരുന്നു റൈറ്റ് ലെഫ്റ്റ്. ഇനി നമ്മൾ പിറകിലേക്ക് കാലെടുത്ത് വെക്കുന്നു, അവിടുന്ന് വീണ്ടും റൈറ്റ് ലെഫ്റ്റ്, റിപ്പീറ്റ് റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും പോന്നു റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും പോന്നു റൈറ്റ് ലെഫ്റ്റ്, വീണ്ടും പോന്നു റൈറ്റ് ലെഫ്റ്റ്. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊരു 3 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത് കഴിഞ്ഞ് വീണ്ടും ജോഗിങ്. നല്ലപോലെ കാല് ഇതുണ്ടോ, മുട്ടിങ്ങനെ മടങ്ങണം കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ജോഗിങ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ നനക്കുന്നു ചെറുതായിട്ട്. ഇതിന് കുറച്ച് സ്പീഡ് കൊടുത്തിട്ട് ഇങ്ങനെ കാൽമുട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഈ കാലുകൾ രണ്ടും മുന്നിലേക്ക്, ഈ കാലുകൾ രണ്ടും സൈഡിലേക്ക്. അപ്പൊ കൈ രണ്ടും നെഞ്ചിന് മുന്നിൽ കേട്ടോ. ഈ കാലുകൾ രണ്ടും പിറകിലേക്ക്, പിറകിന്റെ ഭാഗം ചെയ്യും. ഇവിടെ ഉപ്പൂറ്റി നിങ്ങളുടെ ബട്ടത്തിൽ ടച്ച് ചെയ്യണം. ഈ നിന്നിട്ട് നല്ലപോലെ ജോഗിങ് കേട്ടോ. ഈ ഹിപ്പിന്റെ സൈഡ് രണ്ട് വശത്തേക്കും ട്വിസ്റ്റ് ചെയ്യണം നല്ലപോലെ. കുറച്ച് ഫാസ്റ്റില് നല്ലപോലെ, കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യുന്നു. പിന്നെ സ്ലോലി വരിക, സ്ലോലി വന്നിട്ട് വളരെ സാവകാശം. കാലുകൾ ഒരൽപ്പം അകത്തി, കൈകൾ രണ്ടും ഇരുവശങ്ങളിലും തളർത്തിയിട്ട് കണ്ണുകൾ അടച്ച് വിശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങൾക്കൊരു കഥപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ശ്വാസം എടുക്കുക. വായിക്കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ വിശ്രമിക്കുക. ഓക്കെ, ഈ സാവകാശം നമ്മൾ കണ്ണുകൾ തുറക്കുന്നു. ഇനി നമ്മൾ കാല് അടുപ്പിച്ച് വെക്കുക. കാല് ഈ കൈ രണ്ടും അല്ലെങ്കിൽ ഇടുപ്പിൽ പിടിക്കുക, അല്ലെങ്കിൽ കൈകൾ തലത്തിടാം. ഇവിടെ പിടിച്ചിട്ട് ഇനി നമ്മൾ തല ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് താഴോട്ട്, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, റൈറ്റ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റിലേക്ക് ഒന്ന് പോകുന്നു, നേരെ വരുന്നു, ഇടതുവശത്തേക്ക് പോകുന്നു, നേരെ വരുന്നു. അങ്ങനെ ചെയ്യാം. റൈറ്റിലേക്ക് പോകുന്നു, നേരെ വരുന്നു, ലെഫ്റ്റിലേക്ക് പോകുന്നു, നേരെ വരുന്നു. വീണ്ടും റൊട്ടേഷൻ. ശ്വാസം എടുത്തുകൊണ്ട് തല വലതുവശത്തൂടെ പിറകിപ്പോയി, ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തൂടെ താടി വീണ്ടും നെഞ്ചിലേക്ക്. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. സ്ലോലി ചെയ്യണേ. ശ്വാസം എടുത്തുകൊണ്ട് പോകുന്നു, ശ്വാസം വിട്ടുകൊണ്ട്. ഈ റൗണ്ട് പൂർത്തിയാക്കിയതിനു ശേഷം ഓപ്പോസിറ്റ് 3 പ്രാവശ്യം. ഒരിക്കൽ കൂടി. റൗണ്ട് പൂർത്തിയായി കഴിയുമ്പം സാവകാശം നേരെ വരുന്നു, റിലാക്സ്. നെക്സ്റ്റ് ഷോൾഡർ റൊട്ടേഷൻ. കൈകൾ ഷോൾഡറിന് മുകളിൽ വെക്കുന്നു, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക 3 പ്രാവശ്യം. അവിടുന്ന് ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നേരെ കൈകൾ രണ്ട് മുഷ്ടിയാക്കിയിട്ട് മുന്നിൽ കൊണ്ടുവന്ന് നീട്ടി പിടിക്കുക. ഇവിടുന്ന് റൊട്ടേഷൻ കണ്ടോ, മുഷ്ടിയാക്കിയിട്ട് ഇവിടുന്നാണ് ആംഗിളിന്റെ അവിടുന്ന് റൊട്ടേഷൻ ചെയ്യുക. 2 കൈകൾ നേരെ സൈഡിൽ.
നേരെ മുകളിൽ. വീണ്ടും നേരെ മുന്നിൽ കൊണ്ടുവരുന്നു. ശ്വാസം എടുത്തിട്ട് കൈകളൊന്ന് മുഷ്ടിയാക്കിട്ട് പിടിക്കുന്നു. വായിക്കൂടെ ശ്വാസം പുറത്തേക്ക്, കൈകൾ തുറക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഹിപ്പ് റൊട്ടേഷൻ. അപ്പൊ എന്താവും, കൈകൾ രണ്ടും ഹിപ്പിന്റെ കൂടെ വെച്ചിട്ട് റൊട്ടേഷൻ. വലതുവശത്തൂടെ പോയിട്ട് ഇടതുവശത്തൂടെ മുന്നിലേക്ക് 3 പ്രാവശ്യം. ഓപ്പോസിറ്റേക്ക് ഇടതുവശത്തൂടെ പോന്നു, വലതുവശത്തൂടെ മുന്നിലേക്ക്, ഇത് 3 പ്രാവശ്യം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടാകുമ്പോ നിങ്ങൾ വലത് കാലിങ്ങനെ ഉയർത്തുക. എന്നിട്ട് കാൽപാദം ഇങ്ങനെ അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, ഇൻ ഔട്ട്. ഉള്ളിലോട്ട് ഇങ്ങനെ എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അതൊരു 3 പ്രാവശ്യം. പിന്നെ റൊട്ടേഷൻ. ചിലപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ വലത് കാല് ഉയർത്തുവാണെങ്കിൽ ഇടത് കൈ ഇങ്ങനെ സൈഡിലേക്ക് നീട്ടി പിടിക്കുക. റൊട്ടേഷൻ 3, ഓപ്പോസിറ്റ്. വേണേൽ കാല് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പിറകിലേക്ക് മടക്കിയിട്ട് മുന്നിലേക്ക്. ഇപ്പൊ വേണേൽ ശ്വാസം എടുക്കാൻ വേണ്ടി ചെയ്യാം. ഇതാ, കാല് മുന്നിലേക്ക്, സൈഡിലേക്ക്. ഓക്കെ, ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ്. ഇടത് കാല് ഉയർത്തുന്നു, ബാലൻസ് കിട്ടാത്തവര് വലത് കൈ ഉയർത്തി സൈഡിലേക്ക്. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഉള്ളിലോട്ട് പുറത്തോട്ട്, ഉള്ളിലോട്ട് പുറത്തോട്ട്. റൊട്ടേഷൻ 3 പ്രാവശ്യം. ഓപ്പോസിറ്റ്. കാൽപാദം കൊണ്ടൊരു വൃത്തം വരയ്ക്കുന്ന പോലെ. ഇനി ശ്വാസം എടുത്ത് 3 പ്രാവശ്യം. മുന്നിലോട്ട്, പിറകിലോട്ട്, പിന്നെ സൈഡിലോട്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജോഗിങ്ങും ലൂസനിങ് എക്സസൈസും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ സാവകാശം ഇരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ജോഗിങ്ങും ലൂസനിങ് എക്സസൈസും എല്ലാം കഴിഞ്ഞിട്ട് സുഖാസനത്തിൽ ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അർത്ഥ പത്മാസനത്തിൽ നമുക്ക് ഇരിക്കാം. അതിനുശേഷം നമ്മൾ കൈകൾ രണ്ട് ചിന്മുദ്രയിൽ ഇങ്ങനെ പിടിക്കാം. ഇത് ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. അതിനുശേഷം നമ്മൾ ദീർഘശ്വാസം പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, കുറച്ച് സമയം 5 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അതിന് ശേഷം നമ്മൾ ഇരട്ടി സമയം എടുത്ത് വേണം ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഞാൻ കാണിച്ചു തരാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു, സാവകാശം പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഞാനൊരു കൗണ്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഈസിലി ചിലപ്പം ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ബ്രീത്ത് ഇൻ എന്ന് പറയുമ്പോൾ ശ്വാസം എടുത്താൽ മതി. ബ്രീത്ത് ഇൻ 2, 3, 4. ഹോൾഡ് 2, 3, 4. ബ്രീത്ത് ഔട്ട് 2, 3, 4, 5, 6. ഇങ്ങനെ നമ്മൾ ഒരു 10 പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് 2, 3, 4 വരെ നമ്മൾ ശ്വാസം എടുക്കുന്നു, 2, 3, 4 അതുവരെ ഹോൾഡ് ചെയ്യുന്നു, 2, 3, 4, 5, 6 ഇത്രയും സമയം എടുത്ത് വേണം നമ്മൾ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടാൻ. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ശ്വാസം ഞാൻ എടുക്കുന്നുണ്ട്, ഒരിക്കൽ കൂടി ചെയ്യുന്നു. ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. വീണ്ടും ബ്രീത്ത് ഇൻ 2, 3, 4. ഹോൾഡ് 2, 3, 4. ബ്രീത്ത് ഔട്ട് 2, 3, 4, 5, 6. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാണ്. ഇതാണ് ദീർഘശ്വാസ പ്രാണായാമം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോർമലി ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂലെങ്കിൽ ഞാൻ ഒരു എക്സസൈസും കൂടി ഞാൻ കാണിച്ചു തരാം. ദീർഘശ്വാസ പ്രാണായാമം വ്യായാമം പോലെ ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കൈകൾ രണ്ടും മടിയിൽ വെക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ തലയ്ക്ക് മുകളിലായിട്ട് കൈകൾ കൂപ്പി പിടിക്കുക. അപ്പൊ നമ്മൾ ആ ശ്വാസം അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഈ ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം കൈകൾ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, വീണ്ടും
ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യാം. ആദ്യം ചെയ്താണ് ദീർഘശ്വാസ പ്രാണായാമം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ദീർഘശ്വാസ വ്യായാമമാണ് ഇപ്പൊ ചെയ്ത. കൈകൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് തന്നെ വേണം നമ്മൾ കടന്നിട്ടും വേണം നമുക്ക് ചെയ്യാവുന്നതാണ്. അതും കൂടെ ഞാൻ ഈ എപ്പിസോഡിൽ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം യോഗാസനാസ് ഒക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അപ്പത്തേനും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ദീർഘശ്വസന പ്രാണായാമം ചെയ്തു. അത് ഇങ്ങനെ കയ്യിൽ മടിയിൽ ഇങ്ങനെ ചിന്മുദ്രയിൽ വെച്ചിട്ട് ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഇത് നമ്മൾ ദീർഘശ്വാസ വ്യായാമമാണ് ഇങ്ങനെ ചെയ്തത്. കൈകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരുന്നത്. ഇത് തന്നെ നമ്മൾ കടന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് കടന്നിട്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം കൈകൾ രണ്ടും ശരീരത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇങ്ങനെ കമത്തി വെക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുന്നു. ശ്വാസം എടുക്കുന്നു, തലയുടെ ഇരുവശങ്ങളിൽ കൊണ്ട് കൈകൾ രണ്ട് തറയിൽ വെക്കുന്നു. അപ്പം അവിടെ ഹോൾഡ് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും പഴയ സ്ഥിതിയിലേക്ക്. വീണ്ടും ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. വീണ്ടും ശ്വാസം എടുക്കുന്നു, ഓക്കെ, റിലാക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ജോഗിങ് ചെയ്തു, ലൂസനിങ് എക്സസൈസു, പിന്നെ ദീർഘശ്വസന പ്രാണായാമം ചെയ്തു, പിന്നെ 2 വ്യായാമം കൂടി ചെയ്തു. ദീർഘശ്വസന വ്യായാമം, ഒന്ന് കൈകൾ ഇങ്ങനെ ഉയർത്തുന്നത്, പിന്നെ കടന്നിട്ട് വേണമെങ്കിൽ. ഇത് നിങ്ങൾ 10 പ്രാവശ്യം 10 പ്രാവശ്യം അങ്ങനെ 3 ചെയ്യുമ്പോൾ 30 പ്രാവശ്യമായി. നമ്മൾ ശ്വസന ഒന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതും കൂടെ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ യോഗാസനാസ്, ഏതൊക്കെ യോഗാസനാസ് ആണ്